നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ നിന്നാണ് ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ദാർശനികമായ പ്രപഞ്ച സൃഷ്ടി വിവരണങ്ങൾ ആരംഭിക്കുന്നത്. സൂത പൗരാണികൻ പരമാത്മാവിൻ്റെ ആദ്യ രൂപത്തെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങുന്നു. സൃഷ്ടിരഹസ്യം. പ്രപഞ്ചമുണ്ടായതിനും മുൻപുള്ള അവസ്ഥയെയാണ് ഈ ശ്ലോകം വരച്ചു കാട്ടുന്നത്. നഷ്ടേ ലോകീ ചരാചരേ ജലമഗ്നേ ജഗത്രയേ യഥാ ന സൃഷ്ടിർവിഷയീ തദാത്മാ കേവലഃ പ്രഭുഃ. നഷ്ടേ നശിക്കുമ്പോൾ, ഇല്ലാതാകുമ്പോൾ, ലോകേ ലോകത്തിൽ, ചരാചരേ ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകല ജീവജാലങ്ങളും, ജലമഗ്നി വെള്ളത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ പ്രളയകാലം, ജഗത്രയെ മൂന്ന് ലോകങ്ങളും, ആകാശം ഭൂമി പാതാളം, യഥാ എപ്പോഴാണോ, ന ഇല്ല, സൃഷ്ടിഹി സൃഷ്ടി, വിഷയേ ഗോചരമായ ലോകത്ത് കാണപ്പെടുന്ന അവസ്ഥയിൽ, തഥാ അപ്പോൾ, ആത്മാ പരമാത്മാവ്, കേവലഃ തനിയെ ഏകനായി, പ്രഭുഃ സർവശക്തനായ ഭഗവാൻ. സാരം: ചരാചരങ്ങളടങ്ങിയ ലോകങ്ങൾ നശിക്കുകയും മൂന്ന് ലോകങ്ങളും ജലത്തിൽ ആണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രളയകാലത്ത് കാണപ്പെടുന്നതായ സൃഷ്ടി ഇല്ലാതിരുന്നപ്പോൾ ആ പരമാത്മാവ് പ്രഭു മാത്രമാണ് ഏകനായി അവശേഷിച്ചിരുന്നത്. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം അതിഗഹനമായ ഒരു തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നു. ശൂന്യതയല്ല ഏകത്വം. പ്രപഞ്ചം ഇല്ലാതാകുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയല്ല ഉണ്ടാകുന്നത്, മറിച്ച് എല്ലാം അതിൻ്റെ മൂല കാരണമായ ആത്മാവിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഊർജം നശിക്കുന്നില്ല, അത് രൂപം മാറുന്നു. ഇവിടെ രൂപങ്ങൾ മാറി അത് പരമാത്മാവിലേക്ക് ഒടുങ്ങുന്നു. കേവലൻ, ദ അബ്സല്യൂട്ട്. കേവലഃ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഗുണങ്ങളോ ആകൃതിയോ വികാരങ്ങളോ ഇല്ലാത്ത ശുദ്ധമായ ബോധരൂപമായി ഭഗവാൻ നിലകൊള്ളുന്നു എന്നാണ് ഇതിനർത്ഥം. ചരാചരം. പ്രപഞ്ചം ചലനാത്മകമാണ്, ചരം. പക്ഷേ ഈ ചലനത്തിനെല്ലാം ആധാരമായി ചലിക്കാത്ത ഒരു സത്യമുണ്ട്, അചരം. പ്രളയത്തിൽ ഇത് രണ്ടും ആത്മാവിൽ ഒന്നാകുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം: വത്സ, തിരമാലകൾ അടങ്ങുമ്പോൾ സമുദ്രം ശാന്തമാകുന്നത് പോലെയാണ് ഈ അവസ്ഥ. നമ്മുടെ മനസ്സിനെ ഒരു പ്രപഞ്ചമായി കണ്ടാൽ അതിലെ ആഗ്രഹങ്ങളും ചിന്തകളും ചരാചരങ്ങൾ അടങ്ങുമ്പോൾ മാത്രം നാം നമ്മുടെ ഉള്ളിലെ കേവലമായ ആത്മാവിനെ ദർശിക്കുന്നു. യോഗയുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ചിത്തവൃത്തികളെ അടക്കി ഏകനായ പ്രഭുവിനെ അറിയുക. അടുത്ത ശ്ലോകത്തിൽ ഏകനായിരുന്ന ആ ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടി നടത്താൻ ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് സൂതൻ വിവരിക്കുന്നു. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.